ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മലു മാർക്കറ്റ് പ്രൊഫൈൽ പവേർഡ് ബൈ ഗോ ചാർട്ടിംഗ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി ബാങ്ക് നിഫ്റ്റി. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 53,000 വരും. അത് വ്യക്തമായിട്ട് ബാങ്ക് നിഫ്റ്റി 53,000 വരികയും ചെയ്തു. ഇന്നലെ പറഞ്ഞു, ഇന്ന് അതേപോലെ സംഭവിച്ചു. കിടിലൻ ട്രേഡിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഇന്ന് നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിലും റൂമിലൊക്കെ ഉള്ളവർക്കൊക്കെ കിടിലൻ ട്രേഡിംഗ് ആയിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, നല്ല പ്രോഫിറ്റ് കിട്ടി, എനിക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി. അല്ല ആ ഒരു പറയുമ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തേഞ്ഞ് വരെയാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലൻ പ്രോഫിറ്റ് ആയിരുന്നു എല്ലാവർക്കും കിട്ടിയത്. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. പക്ക ഹാപ്പി ആയ ഒരു ദിവസം കൂടെ ഇന്ന് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ട്രേഡിംഗ് കടന്നു പോയത്. സോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുകയും ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിലും എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നലത്തെ ഇനി മുതൽ ഒരു ചെറിയൊരു അപ്ഡേഷനും കൂടെ ഉണ്ട്. ഇനി മുതൽ ഞാൻ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം കാണിക്കുമ്പോൾ വരച്ച് കാണിച്ചു തരുന്നത് ഗോ ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പ്രകാരം എന്തൊക്കെ ടാർഗറ്റ് വരും. നിഫ്റ്റി പറഞ്ഞ ടാർഗറ്റ് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബുള്ളിഷ് റെഫറൻസും കടന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ടാർഗറ്റിലെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വന്നു. ഇന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് ഇന്ന് വൈകിട്ട് ഇന്ന് അമേരിക്കയുടെ നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഇൻഫ്ലേഷൻ കുറവാണ്. ഇറ്റലിയുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ കൺട്രികളുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാകുമ്പോൾ നമ്മുടെ കോർ റീറ്റെയിൽ സെയിൽസ് 6 മണിക്ക് വന്നത് വളരെ പോസിറ്റീവായ ഡേറ്റയിൽ കൂടി. റീറ്റെയിൽ സെയിൽസ് ഒന്ന് കുറഞ്ഞു, എന്നാൽ പിന്നെ റീറ്റെയിൽ സെയിൽസ് കൂടി, നല്ല കൂടി. റീറ്റെയിൽ കണ്ണട കുറഞ്ഞത്. ഇപ്പം കോർ റീറ്റെയിൽ സെയിൽസും ഇന്ന് കൂടിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ 7 മണിയൊക്കെ 6:45 ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ ഫെഡറൽ ചെയർമാന് പവലിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട് ഇന്ന് വൈകിട്ട് 10:45. അപ്പോൾ ആ സ്പീച്ച് പ്രകാരം മാർക്കറ്റ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കി. പിന്നെ രാത്രി 10:30 മണിയാകുമ്പോൾ അറ്റ്ലാന്റിക് ഫെഡറൽ GDP ഉണ്ട്, അത് ക്വാർട്ടറിൻ്റെ കാര്യമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. ഇന്നലെ വന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെയധികം പോസിറ്റീവായിട്ട് രീതിയിലാണ് വന്നേക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്. അപ്പം അതൊക്കെ നല്ല നമ്മുടെ എക്കണോമിക്ക് വളരെ രീതിയിൽ പോസിറ്റീവായ രീതിയിലാണ് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് പ്രൊഫൈലുകളുള്ള ലെവൽ എന്തൊക്കെയാണ്. ഈ ലെവൽ കൃത്യമായിട്ട് നമുക്ക് നോക്കണം. ബാക്കിയുള്ള കാര്യത്തിലേക്കെല്ലാം കൃത്യം കിടക്കാം. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിഫ്റ്റിയിൽ ഇന്നൊരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് ഒരു ഡീപ്പ് പീരീഡിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്ന് ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. സ്പോട്ട് കൃത്യമായി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 23,433 ഭാഗം 104 പോയിന്റ് അപ്പിലാണ് സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 53,150 എത്രയാണ് 729 പോയിന്റ് അപ്പിലാണ് ക്ലോസ് ചെയ്തത്. അതേസമയം ഫ്യൂച്ചർ 51,136 752 പോയിന്റ് അപ്പിലും. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ 23,440 ഭാഗത്താണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാളെ എന്താണ് ലാസ്റ്റ് മിനിറ്റിൽ ആ സെൽ ഓഫ് ഉണ്ടെങ്കിൽ കൂടി മാർക്കറ്റിൽ എന്താണ് ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ് നിഫ്റ്റിക്ക് കൃത്യമായിട്ട് തരാനുള്ള ശ്രമം നിഫ്റ്റി നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. സോ അതിനുശേഷം നിങ്ങൾ ആ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിഫ്റ്റി ആ രീതിക്കാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ ക്ലോസ് ചെയ്യാറിയാൽ ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് ബൈയിങ് ഓളി ഇല്ലെങ്കിൽ കൂടിയും ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ഒരു പുഷ് ബാക്ക് തന്ന് ആ ഒരു രീതിക്കൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്യും. 25,136 ഭാഗത്ത് 52,136 ഭാഗത്ത് 53,136 ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ആ ഒരു ലെവൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി അറിയാം. നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു ഇന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ POCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ POC ഒന്ന് മാർക്ക് ചെയ്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് ആ POC എന്ന് പറയുമ്പോൾ എത്രയാണ്? POC എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ 23,363 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC. അപ്പോൾ നമുക്ക് ഞാൻ ആ സ്പോട്ടിനെ ചാർജ് എടുത്തു. ഞാൻ ചാർട്ടൊന്ന് വരച്ചു വെച്ചു. 23,336 നമ്മളെ നിഫ്റ്റിയുടെ എന്താണ് POC വരുന്നത്. ഇപ്പം ഞാൻ ആ POC കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. 23,336 നിഫ്റ്റിയുടെ POC. അപ്പം ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ POC ഒന്ന് ജസ്റ്റ് ഞാൻ ഇപ്പം ഫസ്റ്റ് ഗോ ചാർട്ടിങ് യൂസ് ചെയ്യുന്നതുകൊണ്ട്
എനിക്ക് ആ ഒരു ടൂൾസും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് എന്താണ് എൻ്റെ കയ്യിലേക്ക് വരണം. ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ എടുത്തു. അപ്പോൾ 23,300 നിഫ്റ്റിയുടെ പി ഒ സി വന്ന് 23,362 പി ഒ സി വരുന്നത്. അപ്പോൾ ഞാൻ ആ പി ഒ സി വരയ്ക്കുന്നുണ്ട്. അതിൽ നിഫ്റ്റിയുടെ പി ഒ സിയുടെ റേറ്റ് വന്ന് കളർ ഞാൻ നമുക്ക് നമ്മുടെ കളറിന് കൊടുക്കാം. മഗ്നീറ്റ കളർ, ഓറഞ്ച് കളർ കൊടുത്തു. 23,363 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതും വരച്ചു, ഇത് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ എന്താണ് വ്യൂവിൻ്റെ അവിടെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ അവിടെ ടെക്സ്റ്റ് കൊടുത്തേക്കാം. പി ഒ സി എന്ന് പറഞ്ഞ് മാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി ഒ സിയുടെ ആ മാർക്ക് ചെയ്തതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്കും കൊടുത്തു. അപ്പം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടി അതിനും ചെയ്തു. ഇപ്പം 23,363 ഭാഗത്താണ് പി ഒ സി. ഇപ്പോഴും ഞാൻ പറയുന്നു 23,000 എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഹൈ, ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ ചിലർ ജെം ഉണ്ടാക്കിക്കൊണ്ടത് ഹൈ 23,455 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. എന്നെ ബുള്ളിഷ് റെഫറൻസ് പറയുമ്പം 23,455 മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ ബുള്ളിഷ് റെഫറൻസ് അതാണ് 23,455. ഞാനത് അതിൻ്റെ കളർ ഞാൻ വരച്ചിട്ടുണ്ട്, ബുള്ളിഷ് റെഫറൻസ് വരച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു മാർക്ക് ഒന്ന് വ്യക്തമായി എഴുതി വയ്ക്കാം. ബുള്ളിഷ് റെഫറൻസ് 23,455, അതിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ബൈ ഉള്ളൂ. സോ 455 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ 23,455 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. കേട്ടല്ലോ, അതിന് ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ഇനി അങ്ങോട്ട് ഒരു അപ്പർ സൈഡ് നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടാവുന്ന ഒരു ഏരിയയും കൂടെ നിഫ്റ്റി വരെയാണ്. കാരണം മുകളിലോട്ട് നല്ല രീതിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെയൊന്നും ഇനി പി ഒ സി ഇല്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പി ഒ സി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ 23,641 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാമായിരിക്കും, നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് ഇവിടെ റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഭാഗത്തേക്ക് എത്തുകയാണ്. സോ ആ 450 മുകളിൽ ഫസ്റ്റ് വരുമ്പോൾ 525 നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. എത്രയാണ്? 23,525 നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. 23,525 23,525 ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. അത് ഞാൻ എഴുതി വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 23,525 ഭാഗത്താണ് വരുന്നത്. അത് ഞാൻ അതാണ് R1. അത് ഞാൻ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് ഈ ഒരു ഹൈ 23,595 ഭാഗത്ത് 23,630.42 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,641 ഭാഗത്തേക്കും വരെ. എത്രയാണ്? 23,641 23,641 ഭാഗത്തേക്കും വരാം. 23,641 ആണ്. ഇപ്പം സെക്കൻഡ് ടാർഗറ്റ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള ഒരു ടാർഗറ്റ് ഞാൻ വരയ്ക്കുന്നില്ല. സോ 23,525 എത്രയാണ് നിഫ്റ്റി സംബന്ധിച്ച്? 23,525 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എത്രയാണ്? 23,641 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് വന്നാൽ എങ്ങോട്ട് വരും. താഴേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സെല്ലിംഗ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 23,350 താഴെ, അല്ലെങ്കിൽ ഇന്ന് വന്ന FA പോയിന്റ് താഴെ 23,272 താഴെ മാത്രമേ ഇനി സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ. എത്രയാണ്? 23,272 അതിന് താഴെ മാത്രമേ നമ്മളൊരു സെല്ലിങ്ങിനെ കുറിച്ച്. ഇപ്പോൾ എൻ്റെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 23,272 അതിന് താഴെ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ഇനി ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചേ 23,272 അതിന് താഴെ നമുക്ക് സെല്ലിങ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഈ ഒരു 23,220 അല്ലെങ്കിൽ 23,205 ഇന്നലത്തെ ലോ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് 23,205 ഈ ലോ ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 23,205 ഫസ്റ്റ് ടാർഗറ്റ്. 23,205 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം അടുത്ത വരാൻ പോകുന്നത് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം
നമ്മളെ സംബന്ധിച്ച് 23,135, സെക്കൻഡ് ടാർഗറ്റ് 23,135 ഭാഗത്തേക്കും വരാം. 23,000 S1 S2 എന്ന് പറയുമ്പോൾ 23,135 S2. ഇതിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എന്താണ് ഞാൻ ഗോ ചാർട്ടിങ് ഉപയോഗിച്ച് വരച്ച് കാണിക്കുന്നത്. ആ ഒരു ഇതുണ്ട്, ദയവായി നിങ്ങളൊന്ന് സഹകരിക്കുക. സോ 23,455 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,525, 23,641 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. 23,278 താഴെ നിൽക്കുകയാണെങ്കിൽ 23,205, 23,135 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. കിട്ടിലം ട്രേഡിംഗ് ഡേ ട്രെൻഡിങ് തന്ന ദിവസമാണ് ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റിയെ പോലെ ബാങ്ക് നിഫ്റ്റിക്ക് ന്യൂട്രൽ സ്ട്രീമിൻ്റെ ആ ഒരു എന്താണ് തള്ളിച്ച ഒന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ലായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കിട്ടില ഒരു മൂവ്മെൻ്റ് ഒക്കെ തന്നു. കിട്ടില മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി തന്നു. എന്നെ സംബന്ധിച്ച് ആ ഒരു മൂവ്മെൻറ്റ് കിടിലമായിട്ട് ബാങ്ക് നിഫ്റ്റി കിട്ടുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും 23,053 എപ്പോഴും നിഫ്റ്റിയിൽ ഒരു ട്രെൻഡിങ് അപ്പ് ഡേ ആയത്. ട്രെൻഡ് അപ്പോൾ പി ഒ സിക്ക് മെർജ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പി ഒ സി നിൽക്കുന്നത് ഈ 52,825 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 52,000 പി ഒ സി വരുന്നത് 52,825 ഭാഗത്താണ്. ഒരു കിടിലൻ ട്രെൻഡിങ് ഡേ ആയ ട്രെൻഡിങ് അല്ല, ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. ട്രെൻഡിങ് ഉണ്ട്. 52,825 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി പി ഒ സി നിൽക്കുന്നത്. സോ അതാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് 52,825. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് സിംഗിൾ പ്രിന്റ് 52,893 ഉണ്ട്. അത് ലാസ്റ്റ് ഒരു സ്പൈക്കോടുകൂടി ക്ലോസ് ചെയ്ത്. ഇപ്പോൾ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇനി നോക്കേണ്ടത് 53,312 അല്ലെങ്കിൽ 53,200 മുകളിൽ മാർക്കറ്റ് 53,180 മുകളിലാണ് ഇനി ഫ്രഷ് ബൈ എടുത്താൽ മതി. 53,180 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. 53,180 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിനെ ബൈ ചിന്തിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,310 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് 53,310. 56.1 എന്ന് പറയുന്നത് 53,310 61 വരുന്നത് 53,310. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ അടുത്തത് വരുന്നത് R2 എന്ന് പറയുന്നത് ഈ പി ഒ സി ആയ 53,538. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,538 ആ സെക്കൻഡ് ടാർഗറ്റ്. 53,538 വരുന്നത് സെക്കൻഡ് ടാർഗറ്റ് R2. അതിനപ്പുറത്തേക്ക് ഒരു മൊമെൻ്റ് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിനെ വെച്ച് ഞാൻ 53,538 വരച്ച് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് മുകളിൽ വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് കയറി ഈ 54,000 വരെ പോകാനുള്ള ചാൻസും വളരെയധികം കുറവ്. ചുരുക്കി പറഞ്ഞാൽ R1 R2 മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. 53,180 മുകളിൽ 53,310, 53,536 വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ പി യു സിയുടെ ഭാഗത്തേക്ക്, അതായത് 54,051 പറഞ്ഞാൽ ആൾട്ടെ ഹൈഡ് ആ സമയത്ത് ആ പി യു സിയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 52,420 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 52,420 എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 52,420 അതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ സെല്ലിങ് അപ്പോൾ വന്നാൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഓർത്തുള്ളൂ. 52,420 എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിംഗ് ഏരിയ. അതിന് താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഈ പി ഒ സി ആയ 52,175 52,175 ഭാഗത്തേക്ക് വരാം. 52,000 S1 എന്ന് പറയുമ്പോൾ 52,175 52,175 ഭാഗത്തേക്ക് വരാനും. അതിന് താഴെ അടുത്ത വരുന്നത് എന്താണ്, ഈ ഒരു ഓപ്പണിംഗ് റേഞ്ചായ 51,900 51,900 ഭാഗത്തേക്കും വരാം. 51,900 51,900 S2 എന്ന് പറയുമ്പോൾ 51,900 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷും ബെയറിഷും. ഞാൻ രണ്ട് ലെവൽസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. കാരണം മാർക്കറ്റ് നാളെ മറ്റന്നാൾ അവധി ആയതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു റേഞ്ച് വന്ന് ആകത്ത് 1 മണിക്കൂറിൻ്റെ മുമ്പിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. അപ്പം
നിങ്ങൾ ഈ മാർക്കറ്റിൽ ഈ ലെവൽസ് ഒക്കെ ഉള്ളവർ നിങ്ങൾ ഈ ലെവൽ വ്യക്തമായിട്ട് കാണുക. ലെവൽ കാണുമ്പോൾ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് ഇരുന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ചാനൽ കാണാത്തവരാണെങ്കിൽ ദയവായി ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഡെസ്റ്റിനായ ട്രേഡിൽ ആകെപ്പാടെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. വലിയ ഫുൾ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ഇന്നലെ ഇന്നൊക്കെ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് നമ്മൾ എന്നാണ് ഈ പബ്ലിസിറ്റി കൊടുത്തതിന് ശേഷം ആൾക്കാർ ഫിനിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ മാക്സിമം എത്രയും പെട്ടെന്നത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ നിങ്ങൾക്ക് അഡീഷണൽ ആയി നിങ്ങൾക്ക് ഓഫേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ കൂടെ 1 month നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കൂടെ എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാനുള്ള ഓഫറുണ്ട്, ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം. രണ്ടാമത് ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൽ 20% ഓഫറുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ഇതിലുണ്ട്. പിന്നെ ട്രേഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇൻട്രാക്ട് ചെയ്യാം, നെറ്റ്വർക്കിംഗ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡെസ്റ്റിന 2025 എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തുന്ന ആ ഒരു ഈവൻറ്റ് May 16th and 17th ഹോട്ടൽ റെസിഡൻസി ടവർ സ്റ്റാച്യൂവിൽ വെച്ച് നടത്തുന്നു. അതിൽ ഷിജുമൽ ആൻ്റണി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നുണ്ട്, ചാർട്ടിങ്ങിൻ്റെ ടീമിൻ്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ കുറേ സെഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ഐ ആം സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. വിഷ്ണു ഗുപ്തൻ.